പ്രതിപക്ഷ നേതാവിന്റെ പ്രചാരണ പരിപാടികളെ കുറിച്ച് പറയാൻ വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. വിഷ്ണു, പറയൂ കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ. ഈ 100 സീറ്റിനപ്പുറത്തേക്ക് നേടി വിജയത്തിലേക്ക് എത്താം എന്നാണ് വി ഡി സതീശൻ ആവർത്തിച്ച് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പട്ടികയുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഈ ക്യാമ്പയിനിലൂടെ മറികടക്കാനാകുമെന്ന പ്രതീക്ഷയാണ് വി ഡി സതീശനുള്ളത്. അതിന്റെ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത UDF ക്യാമ്പുമായി ബന്ധപ്പെട്ട് എറണാകുളത്തുള്ളത് അത് എൽദോസ് കുന്നപ്പള്ളിയുടെ പിണക്കം മാറി എന്നുള്ളതാണ്. അദ്ദേഹം ഇന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പെരുമ്പാവൂരിലേക്ക് എത്തും. ഒക്കലിൽ 3 മണിക്ക് നടക്കുന്ന മനോജ് മുത്തേടന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് എൽദോസ് കുന്നപ്പള്ളിയാണ്. അങ്ങനെ ഈ അസ്വാരസ്യമുള്ളവരെയും പിണക്കമുള്ളവരെയും ഒക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ടീം UDF ആയി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ലക്ഷ്യം വെക്കുന്നത്. അത് ഏറെക്കുറെ സാധ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പിന്റെ വിശ്വാസം. അതിന്റെ ആദ്യ തുടക്കമാണ് ഇന്നിപ്പോൾ ഈ ഒക്കലിലും അതോടൊപ്പം തന്നെ കളമശ്ശേരിയിലും ഒക്കെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ. നാളെ ആയിരിക്കും ഇതര ജില്ലകൾ കേന്ദ്രീകരിച്ച തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തുക. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.